വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ടെൻസസിലെ ഒരു എക്സസൈസ് മാത്രമാണ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസ്. ദ 12 ടെൻസസ് ഏതൊക്കെയാണ്? മെയിൻ 3 ടെൻസസ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ വർത്തമാനകാലം. അപ്പൊ ഈ ഓരോ ടെൻസുകളിലും 4 ഫോംസ് ഉണ്ട്. ഏതൊക്കെ ഫോമാണ്? സിമ്പിൾ ഫോം, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. എന്നിങ്ങനെ 4 ഫോമുകളുണ്ട്. അങ്ങനെ ടോട്ടലി 3 into 4 12 ടെൻസസ് ആണുള്ളത്. അതിൽ പ്രസന്റ് ടെൻസിന്റെ നോക്കാം. 4 ഫോംസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദേ വർക്ക് വെരി ഹാർഡ്. അതിലത്തെ വെർബ് ബേസ് ഫോമിലായിരിക്കും. പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കണ്ട, സിംഗുലർ ആണെങ്കിൽ എസ് വരണം. ഷീ വർക്ക്സ് വെരി ഹാർഡ്. We work very hard, but he works very hard. Present continuous ആണെങ്കിൽ ബി ഫോമിന്റെ ഏതെങ്കിലും ഒരു ബി വെർബിന്റെ ഏതെങ്കിലും ഒരു ഫോമും പ്ലസ് മെയിൻ വെർബ് ing ഫോമിലും. ആർ വർക്കിംഗ്, ദേ ആർ വർക്കിംഗ് വെരി ഹാർഡ് നൗ. ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ. പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാവ് പ്ലസ് V3, അതാണ് അതിന്റെ സ്ട്രക്ചർ. പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്. സിംഗുലർ ആണെങ്കിൽ ഹാസ്. They have worked very hard. She has worked very hard. Present continuous. Present perfect continuous. Perfect continuous will have been plus verb plus ing. Have been എന്നുള്ളത് ചേർക്കണം പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് മെയിൻ വെർബ് ing എൻഡിങ്ങിൽ. They have been working since morning. അവർ രാവിലെയിരുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. Have been. They ആയതുകൊണ്ട് have. ഷീ ആണെങ്കിൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഇനി പാസ്റ്റ് ടെൻസിൽ പ്ലേ എന്നുള്ള വെർബ് എടുത്തിരിക്കുന്നു. പാസ്റ്റ് ടെൻസിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആയിരിക്കണം V2. ദേ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഇന്നലെ അവര് ടെന്നീസ് കളിച്ചു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ഏതൊക്കെയാണ്? വേർ ആൻഡ് വാസ്. അതിൽ ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വേർ. ദേ വേർ പ്ലേയിങ് ടെന്നീസ്. അവർ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്നു, കഴിഞ്ഞു പോയതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലേഡ്. ഹാഡ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് മാത്രമേ വരുള്ളൂ, പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും എന്താണെങ്കിലും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാഡ് ബീൻ പ്ലേയിങ്, അതാണ് വെർബിന്റെ സ്ട്രക്ചർ. ദേ ഹാഡ് ബീൻ പ്ലേയിങ് ടെന്നീസ് ഫോർ 5 years. 5 വർഷമായി അവർ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ദേ ചേഞ്ച്ഡ് ടു ക്രിക്കറ്റ്, അങ്ങനെ പറയാം. സിമ്പിൾ ഫ്യൂച്ചർ, ഐ വിൽ ഡു ദ വർക്ക്. ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും വിൽ എന്നുള്ള മോഡൽ ഓക്സിലറി ഉണ്ടാവും. ഷാൾ എന്ന് ഉപയോഗിക്കാം. ഐന്റെയും വിന്റെയും കൂടെ ഷാൾ ഉപയോഗിക്കുന്നു. ഐ വിൽ ഡു ദ വർക്ക്, ഐ ഷാൾ ഡു ദ വർക്ക്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ബി ഡൂയിങ് ദ വർക്ക് ഇൻ ദ ഈവനിങ്. ഐ വിൽ ബി ഡൂയിങ് ദ വർക്ക് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. വിൽ ബി ഡൂയിങ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ വിൽ ഹാവ് ഡൺ. ഐ വിൽ ഹാവ് ഡൺ ദ വർക്ക് ബിഫോർ നൈറ്റ്. രാത്രിക്ക് മുമ്പ് ഞാൻ എന്തായാലും ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ഹാവ് ബീൻ ഡൂയിങ്, അതാണ് അതിന്റെ സ്ട്രക്ചർ വെർബിന്റെ. അപ്പൊ ഈ സ്ട്രക്ചറുകളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണം, എങ്കിലേ ഈ ടെൻസിന്റെ കാര്യത്തിൽ ഏത് സ്യൂട്ടബിൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയുകയുള്ളൂ. ഇത് എക്സസൈസ്. ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ലാസ്റ്റ് ഈവനിങ് ഐ ഡാഷ് ടു ദ മാർക്കറ്റ് ആൻഡ് ബോട്ട് സം ഫ്രൂട്ട്സ്. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. ഗോ എന്നുള്ള വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് കറക്റ്റ് അതിന്റെ ഏത് ഫോമിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പൊ ലാസ്റ്റ് ഈവനിങ് എന്നുള്ളത് തന്നെ ഇതിൽ വലിയൊരു കീ വേർഡാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസ് മാത്രമേ പറ്റുള്ളൂ. എന്താ പറയുന്നത്? ലാസ്റ്റ് ഈവനിങ്, ഇന്നലെ വൈകുന്നേരം മാർക്കറ്റിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഗോ എന്നുള്ള വെർബ് ഏത് ഫോമിൽ ഉപയോഗിക്കേണ്ടി വരും? I went. I went to the market and bought some fruits. Past tense ആയതുകൊണ്ട് ലാസ്റ്റ് ഈവനിങ് എന്ന് കണ്ടാൽ തന്നെ അത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. The teacher dash angry with Hema as she had not done the homework. ഇവിടെ the teacher dash angry with Hema. എന്തുകൊണ്ടാണ് ഹേമനോട് ദേഷ്യപ്പെട്ടത്? ഷീ ഹാഡ് നോട്ട് ഡൺ ദ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്തില്ല, അതുകൊണ്ട് ടീച്ചർക്ക്
ടീച്ചർ ഹേമയോട് ദേഷ്യപ്പെട്ടു. ബി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഏത് ഫോമാണ് വരിക? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം ഹാഡ് ഡൺ എന്ന് കാണിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെയാണ്. അപ്പൊ ഇതിൽ രണ്ട് ഇൻസിഡന്റ് ഉണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള. ഹേമ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട് ടീച്ചർ അവളോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഇവിടെ ടീച്ചർ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വാസ്. The teacher was angry with Hema as she had not done the homework. ഇതിൽ ഫസ്റ്റ് നടന്നത് ഏതാണ്? ഹോംവർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ടീച്ചർ ദേഷ്യപ്പെട്ടത്. The members of his family dash by this train. ഇവിടെ ഈ ട്രെയിനിലാണ് വരുന്നത് എന്ന് പറയാണ്. അവന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഈ ട്രെയിനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. The members of his family dash by this train now. ഇതില് ഏതാണ് വെർബ് ഉപയോഗിക്കേണ്ടത്? come. ഇപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഈ now എന്ന് കണ്ടാൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആർ കമ്മിങ്. എന്തുകൊണ്ട് ആർ എന്നുള്ള പ്ലൂറൽ വന്നു? ദ മെമ്പേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട്. I asked him that why they dash so happy. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് അവര് ഇത്ര ഹാപ്പി ആയിരിക്കുന്നത്. ബി വെർബാണ്. അപ്പൊ ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോമുകൾ ഏതൊക്കെയാണ്? വാസ് ആൻഡ് വേർ. ഇവിടെ ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഏതാണ് ഉപയോഗിക്കേണ്ടത്? വാസ് ആണോ വേറാണോ? വേർ. ഐ ആസ്ക്ഡ് ഹിം ദാറ്റ്. ആസ്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് മറ്റ് വരുന്നതും പാസ്റ്റ് ടെൻസിലായിരിക്കണം ബി വെർബിന്റെയും. ലാസ്റ്റ് ഇയർ ഷീ ഡാഷ് മോസ്റ്റ് ഓഫ് ഹെർ ടൈം ടു മ്യൂസിക്. ലാസ്റ്റ് ഇയർ എന്നുള്ള കീവേഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് ഉറപ്പിക്കാം. ലാസ്റ്റ് ഇയർ ഷീ ഡാഷ് മോസ്റ്റ് ഓഫ് ഹെർ ടൈം ടു മ്യൂസിക്. അപ്പൊ ലാസ്റ്റ് ഇയർ അവള് ഏറ്റവും കൂടുതൽ ടൈം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. ഡിവോട്ട് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റ്, സമർപ്പിക്കുക. അപ്പൊ ഡിവോട്ട് എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ഫോം ഏതാ? ഡിവോട്ടഡ്. The film show dash when we arrived in the hall. ഇവിടെ രണ്ട് ഇൻസിഡന്റ് ആണ് കണക്റ്റഡ് ആയിട്ടുള്ള. ദ ഫിലിം ഷോ സ്റ്റാർട്ട് എന്നുള്ളതാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഫിലിം തുടങ്ങി എന്നർത്ഥം. ഞങ്ങൾ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്, തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ സെന്റൻസുകൾ വരാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളിലും എക്സാമുകളിലൊക്കെ. അതിൽ ഫസ്റ്റ് നടന്ന ഇൻസിഡന്റ് ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് വരണം, കാരണം അത് പാസ്റ്റ് പെർഫെക്റ്റിലും. രണ്ടാമത്തെ ഇൻസിഡന്റ്, അതായത് ഇവരെത്തുമ്പോഴേക്കും സിനിമ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ സിനിമ തുടങ്ങലാണ് ആദ്യം നടന്നിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഇവരവിടെ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇൻസിഡന്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. When I have not written any letter to him, I have not written any letter to him since my father dash. ഇവിടെ ഡൈ ആണ്. I have not written any letter. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടില്ല എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നാണ് വരേണ്ടത്. സിൻസ് മൈ ഫാദർ ഡൈ. ഡൈ എന്നുള്ള വെർബ് തന്നതുകൊണ്ട്, അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം അവനൊരു ലെറ്ററും എഴുതിയില്ല. ഐ ഹാവ് നോട്ട് റിട്ടൺ എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലാണ്. ദേ ഡാഷ് അറ്റ് എനി ടൈം. ഇവിടെ കം എന്നുള്ളതാണ് വെർബ്. അറ്റ് എനി ടൈം എന്നൊക്കെ വരുമ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും വരാം എന്നായിരിക്കും. They will come at any time. They will come at any time. I will do the work at any time. ഞാൻ എപ്പോൾ വേണമെങ്കിലും വർക്ക് തുടങ്ങാം. വിൽ കം, ഈ സ്ട്രക്ചറിലുള്ളവ എല്ലാം വിൽ കം എന്നാ വരിക. അറ്റ് എനി ടൈം, അതായത് എപ്പോൾ വേണമെങ്കിലും ഞാനത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഞാൻ പോവാം എന്നുള്ള തരത്തിലുള്ള ഈ സെന്റൻസുകൾ. They will come at any time. എപ്പോൾ വേണമെങ്കിലും അവർ വരാം. വന്നിട്ടില്ല, പക്ഷെ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതായതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിൽ വരണം. വിൽ കം. ലൈറ്റ് ഡാഷ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. ഇതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതൊക്കെ എപ്പോഴും
സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരിക. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. വി ഡാഷ് അവർ പ്രോജക്റ്റ് ലാസ്റ്റ് വീക്ക്. ഇവിടെ ലാസ്റ്റ് വീക്ക് എന്നുള്ള കീവേഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിനിഷ് എന്നുള്ള വെർബിനെ ഏത് ഫോമിൽ എടുക്കണം? പാസ്റ്റ് ടെൻസ്. വി ഫിനിഷ്ഡ് അവർ പ്രോജക്റ്റ് ലാസ്റ്റ് വീക്ക്. ഷീ ഡാഷ് ടുമാറോ. കം എന്നുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ടുമാറോ എന്നുള്ള കീവേഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചറിനെ കാണിക്കുന്നു. ഫ്യൂച്ചറിന്റെ കൂടെ വരുന്ന മോഡൽ വെർബ് ഏതാണ്? വിൽ. ഷീ വിൽ കം ടുമാറോ. മൈ മദർ ഡാഷ് വിത്ത് മീ നൗ. ഇവിടെ നൗ എന്നുള്ള കീവേഡ് ഉണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നത് കൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ്. മൈ മദർ ഈസ് ടോക്കിംഗ് വിത്ത് മീ നൗ. ശങ്കർ ഡാഷ് ചെസ് എവരി സൺഡേ. ഇതൊരു ഹാബിറ്റ് പറയാണ് ശങ്കറിന്റെ. അതുകൊണ്ട് തന്നെ ഈ ഹാബിറ്റ്സ് ഒക്കെ പറയുന്നത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ വേറൊരു പേര് എന്താണ്? സിമ്പിൾ ഇൻഡെഫിനിറ്റ്. പ്രസന്റ് ഇൻഡെഫിനിറ്റ്. സിമ്പിളിന് പകരം ഇൻഡെഫിനിറ്റ് എന്ന് ചേർക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ഇൻഡെഫിനിറ്റ്. അപ്പൊ അതിലാണ് വരേണ്ടത്. അപ്പൊ ശങ്കർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ് എസ് ചേർക്കേണ്ടി വരും. ശങ്കർ പ്ലേസ് ചെസ് എവരി സൺഡേ. എല്ലാ സൺഡേയും ശങ്കർ എന്ത് ചെയ്യാറുണ്ട്? ചെസ് കളിക്കാറുണ്ട്. I dash shares in that company if I had money. If I had money എന്ന് കാണുമ്പോൾ ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് മനസ്സിലാവുന്നു. If I had money, ഞാൻ ആ കാര്യം ചെയ്തിരുന്നു. I had, അവിടെ എന്താ വരിക നോക്കാം. വുഡ് പ്ലസ് V1 ആണ് വരേണ്ടത് മെയിൻ ക്ലോസിൽ. കാരണം ഇത് if I had money എന്ന് കാണിക്കുന്നത് സെക്കൻഡ് കണ്ടീഷണലിനെയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, അതായത് വുഡ് ബൈ. I would buy shares in that company if I had money. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുമായിരുന്നു. കണ്ടീഷണൽ സെന്റൻസുകളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണം. The guests arrived when we dashed the TV. ഇവിടെ വെർബ് വാച്ച് ആണ്. അപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗസ്റ്റ്സ് അറൈവ്ഡ്. അറൈവ്ഡ് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം നടക്കുന്നു. വേർ വാച്ചിങ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിൽ വേണം. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റ്സ് വന്നു. They dash in that office since 2010. ഇത് സിൻസ് 2010. 2010 ഇരുന്ന് അവർ അവിടെ ആ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. They have been working. ഇവിടെ have been വരാൻ കാരണം they എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ has been വരാമായിരുന്നു. She has been എന്നേ പറയുള്ളൂ. She has been working in that office since 2010. ഇവിടെ they ആയതുകൊണ്ട് they have been working in that office since 2010. When I dash home, the door was locked. ഇവിടെ വെർബ് റിട്ടേൺ ആണ്. The door was locked എന്ന് കാണിക്കുന്നത് ഇത് പാസ്റ്റ് ടെൻസ് ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ എന്നുള്ളതിൻ്റെയും പാസ്റ്റ് ടെൻസ് തന്നെ വേണം. When I returned home, ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഡോർ ലോക്ക് ആയിരുന്നു. If I were a lion, I dash in a forest. If I were a lion, ഇത് കാണിക്കുന്നത് ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. അതും സെക്കൻഡ് കണ്ടീഷണലാണ്. If I were a lion, I dash in a forest. അപ്പൊ മെയിൻ ക്ലോസിൽ എന്താ വരിക? വുഡ് പ്ലസ് V1, live, would live. If I were a lion, I would live in a forest. ഇതൊക്കെ സെക്കൻഡ് കണ്ടീഷനിലാണ്. If I were a lion, if I were a bird, അങ്ങനെ പറയാറുള്ളൂ. I was ഉപയോഗിക്കാറില്ല. ആ റൂൾസ് ഓർമ്മിക്കണം. If I were a bird, I would fly in the sky. നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമറിലെ ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്.